ഗായ്സ്, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ജയ്പൂർ ബ്ലൂ പോട്ടറി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഈ പോട്ട് മേക്കിംഗ് കാണാൻ വേണ്ടി പോകണം. കുറേ നേരമായി കാണണമെന്ന് പറഞ്ഞിട്ട് അതുവരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഓട്ടോ കയറി പോട്ടറി, ജയ്പൂർ ബ്ലൂ പോട്ടറിക്ക് പൊയ്ക്കൊണ്ടിരിക്കാം. ഇവിടെ കണ്ടോ, ഫുള്ള് ബ്ലൂ കളർ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിരിക്കണം. ബ്ലൂവും അങ്ങനത്തെ ഒരു പ്രിൻ്റുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിനാണ് ബ്ലൂ പോട്ടറി എന്ന് പറയുന്നത്. ഈ കാടും കൊണ്ട് ഞാൻ അച്ചാലോചന നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. തേങ്ങാക്കൊല ഇത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവണമില്ല. ഒരാൾക്ക് ഈ വർക്ക്ഷോപ്പ് നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. ഞാൻ ഇയാളോട് ചോദിച്ചപ്പോൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെല്ലാം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. എന്നിട്ട് അവിടെയും അല്ല അത്ര. പിന്നെ എവിടെയാണിത്? ഒരാൾക്കും അറിയില്ല, ആരും ചോദിച്ചിട്ടും അറിയുന്നില്ല. ലൈക്ക് ബ്ലൂ പോട്ടറിൻ്റെ കുറേ കടകളുണ്ട് ഇവിടെ, അതിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതുണ്ടാക്കുന്ന വർക്ക്ഷോപ്പിൻ്റെ സ്ഥലം എവിടെയാണെന്ന് ആർക്കും അറിയുന്നില്ല. ഫൈനലി സ്ഥലം കണ്ടുപിടിച്ച്. ഇതാണ് സ്ഥലം. This is my pottery, not for use the clay. We use for the stone. Okay. We use for the quartz. We use for the 80%. Other 20% we mix. This is glass. Okay. This is rock salt. Okay. This is a multani clay. Multani. Yeah. And this is for tree gum. Huh? Tree gum, gond. Gum. Gum. Okay. Gum. Gum. Okay. Whole thing we grind, make a powder and mix the water and make a chapati. Make a chapati, fix the mold, put in the natural soil. Okay. Then after become perfect shape. Okay. After 2 or 3 days sun dry. 2-3 days. Yeah, sun dry. Okay, sunrise. After sun dry, after finishing for the sandpaper. Then after we finishing, we make for the this part, we make for the wheel. This part make a wheel. Okay. I ask you one question. Okay. You give me right answer, I give you small gift for you. Okay. How many part we join? How many parts? How many parts? Part? Yeah, 1 part, 2 part, 3 One part. part. This is 4 part. 4 part. 1, 2, 3 and 4. Okay. See like this. Oh, nice. This is 1 part, 2 part, 3 part. 3 and 4. Same paste we join. Okay. Scrub by sandpaper. Like this. Okay. After free and design. Oh. Then after we. So, okay, we design this. Yeah, it's a free hand, not for use the machine. Okay. Then after we design, we fill up the colors. Oh, nice. This color, we all metal oxide color. Metal oxide color. Yeah, this purple color we make for the glaze. We Okay. glazing like this. Okay. Then after you see inside for the design. Then after we glazing, we put it in the oven. Is the change for the display. Is the blue. Oh, this is blue pot. Come out for the blue. Okay, nice. This black color is the come for the light blue. This is a name called for the blue color. Okay, nice. Okay. Yeah, ठीक है. And guys, और paint ചെയ്യുന്നു. കൊള്ളാല്ലേ? അവിടെ നിന്ന് ഇറങ്ങി ഒരു കുഞ്ഞു സാധനവും വാങ്ങിച്ച് ബ്ലൂ പോട്ടറി കുറച്ച് നേരം കണ്ട് അവർ പെയിൻറ്റിങ്ങും അത് കണ്ട് നല്ല ഇഷ്ടമായി എനിക്ക്.
സാധാരണ പോട്ടറി അല്ല, അത് കുറേ മെറ്റൽസ് അവർ പറഞ്ഞല്ലോ ഞാൻ, അതുപോലെ കുറേ എല്ലാം ആഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് ഒരു 2-3-4 ഡേയ്സിൻ്റെ പ്രോസസ്സാണ്. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരുന്നത് ഇങ്ങനെ അവർ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട്. ഇനി ഞാനൊന്ന് സൺസെറ്റ് വൈബ് പിടിക്കാൻ വിചാരിച്ച്, ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ അടിപൊളി സൺസെറ്റ് കാണുന്നത് മങ്കി ടെമ്പിളും പിന്നെ നാഗര ഫോർട്ടോ അങ്ങനെ എന്തോ ആണ്. അപ്പം അങ്ങോട്ട് ഓട്ടോ കിട്ടും നോക്കട്ടെ. തിരിഞ്ഞ് വീണ്ടും ഹവാമാലിൻ്റെ അടുത്ത് തന്നെ എത്തുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് നഹർഗർ ഫോർട്ട് പോകാൻ പറ്റില്ല. ബിക്കോസ് ഇതൊക്കെ എത്തനായ ഭായ് എനിക്ക് നഹർഗർ ഫോർട്ട് പോകാൻ പറ്റില്ല എനിക്ക്. കാരണം അത് ഇവിടുന്ന് 10 കിലോമീറ്റർ ദൂരെയാണ്. പിന്നെ അത് നല്ല ടാക്സി ചിലവുണ്ട്. പിന്നെ അത്രയും ദൂരം പോകണ്ടെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ടയേർഡാണ്. അപ്പോൾ എനിക്ക് ആവശ്യമില്ല എന്ന് വിചാരിച്ചു. നോ कितना है भाई कश्मीरी बैंगल्स? कलर और मिल जाएंगे. हाँ कलर और मिल जाएंगे. हाँ इस कलर कितना है रेट? ये 350 का सेट है ये वाला पूरा. नहीं അങ്ങനെ വീണ്ടും ബാക്ക് ടു സ്ട്രീറ്റ് ഷോപ്പിംഗ്. എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ, ഇവിടുത്തെ സ്ട്രീറ്റ്സ് ഭയങ്കര ഇഷ്ടമായി. കാരണം വാങ്ങുന്നതിന് മാത്രമല്ല, കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ. ഒരു കമ്മലിൻ്റെ മോഡലും ഇത് പിന്നെ ലൈക്ക് ഇങ്ങനത്തെ ഡിസൈൻസും ബാഗിൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ നല്ല രസമുണ്ട്. ഗായ്സ്, അപ്പം എൻ്റെ ക്ലാസ്സിന് പോയ ഫ്രണ്ട്സ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ ജയ്പൂർ നന്നായിട്ട് അറിയാം. കാരണം അവർ കുറേ ആയി ഇവിടെ. അപ്പോൾ അവരെനിക്ക് ജയ്പൂർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ആർട്ട് സാധനങ്ങൾ വാങ്ങുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണം. This is why I love traveling alone. You meet new people and you study the real place. കുഴപ്പമില്ല. അപ്പം അടുത്ത ഫുഡാണ് മോമോസ്. ഇത് ഇവിടെ എത്രയാണെന്നറിയോ? നാട്ടിൽ 20 രൂപയുള്ളൂ. അത് 20 രൂപയുള്ളൂ ഇത്രയും മോമോസിന്. അതിൻ്റെ അടിപൊളി ടേസ്റ്റ്. വന്ന സ്ഥലത്ത് തന്നെ എത്തി. സംഭവം ഇത് അജ്മീരി ഗേറ്റ് ആണ്. ഞാൻ ഉച്ചയ്ക്ക് വേറെ എന്തോ പേരാ പറഞ്ഞത് തോന്നുന്നുണ്ട്. അതോ അജ്മീരി ഗേറ്റ് എന്നാണെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ഫേമസ് ലസ്സി കടയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നത്. അടിപൊളി സാധനം. ലസ്സി ഒരു രക്ഷയില്ല. സെറ്റ് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഗൈസ്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പരിചയപ്പെട്ട ഫ്രണ്ടിൻ്റെ കൂടെ കണ്ണാടി വാങ്ങാൻ വന്നതാണ്. അവസാനം ഞാൻ ഫ്രീ ഐ ടെസ്റ്റിന് കയറി ജയ്പൂരിൽ വന്നിട്ട്. എന്തൊക്കെ നടക്കുന്നു ഇവിടെ. ഇത് സംഭവം കുറച്ച് പ്രീമിയം സൈഡ് ഓഫ് ജയ്പൂരാണ്. അപ്പോൾ സമയം ഏകദേശം 10:30 ഞാൻ ഇത്ര നൈറ്റ് ലൈഫ് ജയ്പൂർ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സംഭവം നല്ല ഉറക്കം വരുന്നുണ്ട്. അടുത്ത് കുറേ നടന്ന് കുറേ സ്ഥലങ്ങളുണ്ട്. ശരിക്കും ജയ്പൂർ നടന്ന് കണ്ടുന്നു. ഓക്കെ, അടുത്ത ഫുഡ് സ്പോട്ടിൽ വന്നിരിക്കുകയാണ്.
തിന്നാന്നാണ്. ഇത് ദാൽ മഖ്നി, ഇത് പനീർ, ഇത് ഉള്ളിയും ടാമറിൻഡ് മിക്സ്ഡ് ഒരു ചട്നി. Green chilies. ഗ്രീൻ ചില്ലീസ്. It's a pickle. It's a pickle. സമയം 11:30. ഇത്ര ലേറ്റ് ജയ്പൂർ ഇതുപോലെ വല്ല ലോക്കലിനെ പോലെ നടക്കാൻ പറ്റും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുന്ന പോലെ എല്ലാ പോസിബിൾ രീതിയിലും ജയ്പൂർ ഭയങ്കര ഒരു ലോക്കൽ എക്സ്പീരിയൻസ് തന്നെ കിട്ടി. കാരണം ഇവിടെ പഠിക്കുന്ന ആൾക്കാരുടെ ഇവിടെ ആയിരുന്നു ഞാൻ മൊത്തം. അപ്പോൾ അവരെനിക്കിങ്ങനെ ഫുള്ള് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കടകളും ഫുഡ് സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന് അങ്ങനെ നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നടന്ന്. പക്ഷെ ഇവിടെ എത്താറായപ്പോഴേക്കും ചത്ത് മരിച്ചു. ലൈക്ക് എൻ്റെ ഐ കാൺട്ട് ഫീൽ മൈ ലെഗ്സ്. പിന്നെ എൻ്റെ ഫേസിൽ നല്ല പണി കിട്ടി. പിന്നെ എനിക്ക് വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എന്തായാലും നാളെ പോവും ഡൽഹിക്ക് തിരിച്ച്. എന്നിട്ട് അവിടുന്ന് നാട്ടിലേക്ക് ട്രെയിൻ എടുക്കാനാണ് ഇപ്പോഴത്തെ പ്ലാന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ എനിക്ക് സത്യം പറഞ്ഞാൽ 1-2 സ്ഥലങ്ങളിലും കൂടെ ഇപ്പോൾ ജയ്പൂർ കാണണമെന്നുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞല്ലേ വയ്യ. കാരണം ഇന്ന് തന്നെ ഞാൻ ഒരു 17 കിലോമീറ്റർ നടന്നു. ഞാൻ ഒരു ആപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് ഫുള്ളൊരു വയ്യാകുണ്ട്. ഇപ്പോൾ പോയി കിടന്നുറങ്ങിയിട്ട് ബാക്കി നാളെ. ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.